മാഷേ ഇതെന്തെങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ടെൻഷനൊന്നുമില്ല കുട്ടി, പക്ഷേ യാത്രയ്ക്കൊരു പ്രശ്നം വന്നില്ലേ, ഫ്ലൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നപ്പോഴേ ഒരു മൂഡ് കിട്ടുന്നില്ല ഒന്നിനും. ആ മൂടൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. നമുക്കൊന്ന് മിണ്ടിയും പറഞ്ഞിരുന്നാലോ? ഇന്ന് അങ്ങനെയാവാ അല്ലേ? ആന്ന്. എന്തിനാ ഇപ്പം എത്ര ടെൻഷനൊക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. അത് തന്നെ. അപ്പൊ പറഞ്ഞോളൂ കുട്ടി, എന്തൊക്കെയാ വിശേഷം പറയൂ. കുറച്ച് സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓ അതെന്താ അത്? അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് പല കുട്ടികളെയും പഠിപ്പിക്കുന്നത്, രക്ഷിതാക്കള് നൃത്തം പഠിപ്പിക്കുന്നത് ഒരു നമ്മളൊരു ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നില് മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പറയുന്നത്. പക്ഷെ ഒരു കുട്ടി ശരിക്കും നൃത്തം പഠിക്കുന്നതിന്റെ ആവശ്യകത എന്താണ് മാഷേ? ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നൃത്തം പഠിക്കുക എന്നല്ല, കല പഠിക്കുക. കല പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ഇപ്പോൾ കുട്ടി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ പറഞ്ഞാൽ ഈ ഒരു 10 വർഷത്തിനുള്ളിലുള്ള കുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 10-15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നന്നായി ഒന്ന് ചിരിക്കാൻ പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ് പോണത്. കാരണം റിയാക്ടിങ് പവർ കുറയുന്നു. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് മൊബൈലിലും ലാപ്ടോപ്പിലേക്കും ഇതിലേക്ക് പോകുന്നു. ചുറ്റുപാടും അതായത് ഒബ്സർവേഷൻ ഇല്ല കുട്ടികൾക്ക്. ശ്രദ്ധിച്ചോളൂ, ഒബ്സർവേഷൻ ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്യണം അതെങ്ങനെയാണ്. ഇപ്പോൾ എന്തൊരു ക്യാരക്ടർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലേക്ക് കൊണ്ടുവരണ്ടേ. പിന്നെ അനുഭവങ്ങളില്ല കുട്ടികൾക്ക്. അതായത് ഇപ്പോൾ ഒരു മരണ വീടോ ഒരു കല്യാണ വീടോ അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കഥാപാത്രത്തെ ചെയ്യണമെങ്കിൽ ആ കഥാപാത്രത്തിനെ അവർ കാണാൻ ശ്രമിക്കണില്ല. അവർക്ക് അനുഭവം ഉണ്ടെങ്കിലല്ലോ. പിന്നെ ഒരു വിശപ്പിൻ്റെ കാര്യം, അമ്മ എനിക്ക് വിശന്നിട്ട് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരൂ എന്നൊന്ന് പറയണമെങ്കിൽ വിശക്ക് എങ്ങനെയാണെന്ന് അറിയണില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. കാരണം അവർ വിശപ്പിനെ അറിയുന്നതല്ല ഒരു കുട്ടികളും വളരണത്. സുഭിക്ഷമായിട്ടല്ല എല്ലാവരും വളരണത്. ഒരു ഇല്ലായ്മയില്ല, മനസ്സിലായോ? ഒരു വസ്ത്രങ്ങളായിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ ഒന്നും അവരറിയണില്ല. ഒന്നും ഒരു മരണ വീട് കാണുന്നില്ല, ഒരു ഫങ്ഷൻസ് കാണുന്നില്ല. ഇവർ അവരുടെ ബെഡ്റൂമിലേക്ക് മാത്രം, പഠിക്കുന്ന ഒരു സ്ഥലത്തേക്കും ബെഡ്റൂമിൽ മാത്രമായി അവരുടെ ലൈഫ് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ മറ്റൊരു കാര്യം, നമ്മളൊരു ജോലി കാര്യസംബന്ധമായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ പണ്ടൊക്കെ സർട്ടിഫിക്കറ്റ് കാണട്ടെ എന്ന് പറയും. സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ സെലക്റ്റഡ് എന്നാണ്. ഇന്നതല്ല. ആ സർട്ടിഫിക്കറ്റ് മാറ്റി വയ്ക്കും അവർ. നിങ്ങൾ എത്ര കെട്ട് കൊണ്ടുവച്ചാൽ അവരത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു, നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഞാൻ കുട്ടിയുടെ അടുത്തൊരു ജോലിക്ക് വരും. ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു സ്മാർട്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും കുഴപ്പമില്ല, എൻ്റെ മനസ്സിൽ കണ്ട ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ ജസ്റ്റ് പാസ്സൊക്കെ ഉള്ളൂ, അതാരമല്ലേ അവൻ പെർഫോം. നേരെ മറിച്ച് ഫസ്റ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുമ്പോൾ തന്നെ പോയി. ഒരിക്കലും എന്നെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു കലാപഠനത്തിൽ കൂടെ അത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ കോൺഫിഡൻസ് ലെവല് അത് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് അധ്യാപകർ ശ്രമിക്കണം, മനസ്സിലായോ? അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കേണ്ടത്, ഒരു കല പഠിക്കുന്ന കുട്ടി മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ TT എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ട്. TT എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ട്രൂത്ത്. യു ഡോണ്ട് വയലേറ്റ് ഇൻ യുവർ ലൈഫ് ടൈം. ഒരിക്കലും കുട്ടിക്ക് ഇനി ഇതേപ്പോൾ 2 മിനിറ്റ്, ഒരു 2 സെക്കൻഡ് മുമ്പ് കുട്ടിക്ക് ജന്മത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാം പറ്റും. സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും, സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റും, എല്ലാം പറ്റും. സമയം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക്. അപ്പോൾ സമയത്തിന് ഏറ്റവും വില കൊടുക്കണം. ഞാൻ ഇന്ന് വരെ പരിപാലിച്ച് പോന്നിട്ടുള്ള ഒരു പ്രധാന കാര്യം അതാണ്. കുട്ടികളെയും പഠിപ്പിക്കുന്നത് അതാണ്. നിങ്ങൾ ഒരിക്കലും ടൈം വയലേറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രൂത്ത്, ഡോണ്ട് വയലേറ്റ് ഇൻ യുവർ ലൈഫ്. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നില്ല അയ്യേ ഞാൻ അന്നോണം പറയേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടിയിരുന്നു. നമുക്കൊരു സ്വയം ഒരു ഇത് വേണം, മനസ്സിലായോ? സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയും, മനസ്സിലായോ? ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂമിലാണെങ്കിലും നമ്മൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക, നല്ല ഭാഷ പറയുക, നല്ല ചിന്തകൾ കൊണ്ടുപോവുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മളോടുള്ള റെസ്പെക്റ്റാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളൊരു കള്ളനായിട്ടോ ചീത്ത ആളായിട്ടോ കാണരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ ഇപ്പോൾ ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഇതൊരു ആൽമരം പോലെയാണ്. ബ്രാഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? ഇപ്പോൾ പറഞ്ഞു വന്നാൽ ഇന്നും
ഒരു ഒട്ടുമിക്ക അധ്യാപകർക്കും ഇത് പഠിക്കുന്നവർക്കും, പ്രത്യേകിച്ച് നൃത്തമാണ് ഞാൻ പറഞ്ഞത്, ഭരതനാട്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ. എന്തിനാണ് നമസ്കാരം ചെയ്യണേന്ന് അറിഞ്ഞുകൂടാ. നമസ്കാരം ചെയ്യാന്ന് പറയും, അതങ്ങനെ ചെയ്യണു, ഭൂമിദേവിയെ തൊട്ട് തോന്നും. അല്ല, അതാണ് ഏറ്റവും വലിയ ലെസനാണ് ഞങ്ങൾ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ലെസൺ. അതെന്താണെന്നാണ് ഞാൻ പറയാൻ വന്നത്. ഞാനൊരു 20 വർഷം കൊണ്ടാണ് കണ്ടുപിടിച്ചത് ഞാൻ പറയില്ല, അതിലേക്ക് എത്തിയത്. എൻ്റെ അധ്യാപകരോടൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുകയും അവരെല്ലാം എനിക്ക് സപ്പോർട്ട്, അത് വളരെ നല്ല ഇതാണെന്നോ മറ്റൊന്നുമല്ല. ഇങ്ങനെയാണ് തൊഴാൻ പഠിക്കുക ഭരതനാട്യത്തിൽ. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ബോഡി, ഇത് അച്ഛനാണ്, ഇത് അമ്മയാണ്. ഫസ്റ്റ് യു ലവ് യുവർ പാരൻസ്, യു ഒബേ യുവർ പാരൻസ്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ലെസൺ. അതുകൊണ്ടാണ് ഈ കൈ ഇവിടെ പിടിക്കണത്. അതായത് അത് പ്രത്യേകം ഞാൻ പറയുകയാണ്, നൃത്തം പഠിക്കുന്ന, ഭരതനാട്യം പഠിക്കുന്ന കുട്ടികൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം പ്രത്യേകിച്ച്. കാരണം ഇത് അച്ഛനാണ്, അമ്മ. ഫസ്റ്റ് യു പ്രേ ഫോർ യുവർ പാരൻസ്, അവരോടാണ്. അതുകൊണ്ടാണ് മാതാ പിതാ ഗുരു ദൈവം. ദൈവം 4മതേ ഉള്ളൂ, മാതാവ്, അത് കഴിഞ്ഞ് പിതാവ്, അതിനുശേഷം ഗുരുവാണ്. ഗുരുവിനോട് പോലും, അതുകൊണ്ടാണ് ഗുരുവിൻ്റെ അടുത്തും ഒരിക്കലും ഒരു തെറ്റ് ചെയ്യരുത്, ദൈവതുല്യമാണ്. ഇവരുടെ 3 പേരുടെയും പെർമിഷൻ ഉണ്ടെങ്കിലേ 4മത്തെ ഡോറ് തുറക്കുകയുള്ളൂ, ഭഗവാൻ എന്നുള്ള അല്ലെങ്കിൽ ദൈവം എന്നുള്ള കോൺസെപ്റ്റ്. ഇനി അതിൽ വേറൊരു പ്രഡിക്ഷൻ പറയാം, അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഗുരുവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം. അല്ലാണ്ട് നമ്മൾ അമ്മ പറയാം, മോളെ ഒരു കപ്പ് ചായ അമ്മയ്ക്ക് ഉണ്ടാക്കി തരാൻ എനിക്ക് തീരെ, അമ്മ ഞാൻ ബലി പോട്ടെ, ഞാൻ വന്നിട്ടുണ്ട്, ഒരു ഗുണവും നിങ്ങൾക്ക് ചെയ്യില്ല. നിങ്ങൾ എന്ത് വേണമെന്നറിയാമോ, ഒരു കപ്പ് ചായ ഉണ്ടാക്കി, ദേവി നാളെ ഞാൻ വരാം, ഇന്ന് എനിക്ക് അമ്മയ്ക്കൊരു ചായ ഉണ്ടാക്കിയിട്ടുള്ളത്, ദേവി എന്നോട് ദേഷ്യം വരുത്തരുത്, ഒരു കുഴപ്പമില്ല മക്കളെ, നീ അതാണ് വേണ്ടത് എന്നുള്ളത് ഭഗവാൻ അല്ലെങ്കിൽ ദേവി പറയും. അതാണ് നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കണം. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അതാണ്, അച്ഛനും അമ്മയും. പിന്നെ ദിസ് ഈസ് റെപ്രസെൻറ്റിങ് ഫ്ലാസ്. ഹൗ യു പ്ലക്ക് ദ ഫ്ലാസ് ഫ്രം പ്ലാന്റ്. എങ്ങനെയാണ് നമ്മൾ പൂക്കൾ പറിക്കുന്നത്? നുള്ളി, ഇങ്ങനെയാണ്, അല്ല ഇങ്ങനെ, അതെ അല്ലേ? അപ്പോൾ ഈ നുള്ളുമ്പോൾ നോർമലി ഇപ്പം ഞാനിങ്ങനെ പിടിക്കുന്നപ്പോൾ ഡാൻസ് എന്നുള്ള ലെവല് പെർഫെക്ഷൻ മുദ്രയ്ക്ക് വന്നു. അല്ലെങ്കിൽ ആൾക്കാർ കണ്ട ഇങ്ങനെ പറിക്കാം, അല്ലാണ്ട് ചക്ക പറിക്കണ പോലെ വലിയൊരു പൂ പറിക്കാറില്ല അല്ലേ? ത്രിപതാക പിടിച്ചിട്ട് ഇത് തന്നെ. അപ്പോൾ നോർമലി ഡാൻസ് പഠിക്കാത്തവരും അങ്ങനെയാണ്. ഇനി വേറൊരു കാര്യം അറിയുമോ, നൃത്തം പഠിക്കാണ്ട് എല്ലാവരും മുദ്രകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാന്നുള്ളത്, അമ്മ എന്താ പറയുക, ദേഷ്യപ്പെട്ട് കൈ എങ്ങനെ കാണിക്കാൻ, വേണ്ട മുദ്ര ഉപയോഗിച്ചില്ലേ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം ഇല്ലേ, മുദ്ര വന്നു, അതൊന്നും വേണ്ട, അവിടെ മുദ്ര വന്നു. നീ എവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്ര നേരം? ഇതിനെല്ലാത്തിനും മുദ്രകൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ഡാൻസേഴ്സ് മാത്രമല്ല മുദ്ര ഉപയോഗിക്കണേ, ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ പറഞ്ഞു വന്ന ഈ മുദ്ര റെപ്രസെൻ്റ് ചെയ്യുന്നത് പൂക്കളെയാണ്. അച്ഛനും അമ്മയ്ക്കുമാണ് ആദ്യത്തെ പൂക്കൾ. എൻ്റെ അച്ഛ, എൻ്റെ അമ്മേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലേ ഏറ്റവും വലിയ ലെസൺ. യു ലവ് യുവർ പാരൻസ് എന്നാ പറയണത്. പക്ഷേ ഇത് ഇന്ന് വരെ ചോദിച്ചോളൂ. ഇപ്പം നമ്മളിപ്പോൾ കേട്ടിട്ടും എൻ്റെ വേറൊരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിത്. പക്ഷേ സാധാരണ ടീച്ചേഴ്സ് പറയാം അതിങ്ങനെ പിടിക്കണത് അങ്ങനെയാണ്, ഭൂമിദേവിയെ തൊട്ട് അതല്ല. ഇതിന് ഫുൾ ഇങ്ങനെ പിടിച്ച് അതിനുശേഷം 2 ബീറ്റ് ഉണ്ട്, കാല് 2 ചവിട്ടി കൊട്ടും. അത് താളമാണ്. ഈ തട്ടണത് താളമാണ്. ഇത് താളം നൃത്തത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്താൽ സകല ചരാചരങ്ങൾ, നോൺ ലിവിങ് ആൻഡ് ലിവിങ് തിങ്സ്, ആനിമൽസ്, പ്ലാന്റ്സ്, എവറിത്തിങ്, അവരോടൊക്കെ റെസ്പെക്റ്റ് ചോദിച്ചു. അടുത്തതാണ് ഇങ്ങനെ ചെയ്യണം. ഇതാണ് ഭൂമിദേവി. നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഇതാണ്. സ്ത്രീക്ക് എന്തുമാത്രം പ്രാധാന്യം നമ്മൾ ഭാരത കലകളും ഭാരതവും കൊടുക്കുന്നതിലല്ലേ ഏറ്റവും ഇതാണ് ഭൂമിദേവി. ഭൂമി ദേവനല്ല, ഭൂമിദേവി ഒരു സ്ത്രീയാണ്. ഇത് ഈ ഭൂമി മുഴുവനും ഒരു ദേവിയാണ്. അപ്പം അമ്മയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അത്രമാത്രം റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് നമ്മൾ ഇതിൽ കൂടെയൊക്കെ നമ്മളത് ആ ലെസനും കൂടിയാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അതിനുശേഷം ഭൂമിദേവിയുടെ അമ്മേ അനുഗ്രഹിക്കണേ, തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഇതിനുശേഷം ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് സർവേശ്വരന്. ശബരിമലയിലൊക്കെ കണ്ടിട്ടുണ്ടോ ആൾക്കാർ തൊഴണത്? ഭഗവാനേ എന്നല്ലേ തൊഴണേ. അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം, മുകളിലേക്കാണ് കൈ. പ്രായമായവരൊക്കെ അങ്ങനെ തലയ്ക്ക് മുകളിലാണ് കാണിക്കേണ്ടത് ഭഗവാൻ. ഇതാണ് ഗുരുവിന്. നമ്മൾ ശരിക്കും ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും ടീച്ചറെ നമസ്തേ ടീച്ചറെ അങ്ങനെ പറയാം. പക്ഷേ ഇങ്ങനെ പിടിച്ച് പറയണവരുണ്ട്. അറിയാതെ നമ്മുടെ നെറ്റി ഇങ്ങനെ കുഞ്ഞു പോകും, കണ്ടിട്ടുണ്ടോ? അതായത് ഇതാണ് ജ്ഞാനം. ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് പറയാം. ഒരു ഗുരുവിനെ കാണിക്കുമ്പോൾ ഇങ്ങനെ നമസ്തേ. ഇപ്പം അറിവുള്ളവരോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർ ശ്രദ്ധിച്ചാൽ അറിയാം.
ഇവിടെ കാണിക്കും. ഇതിന് ശേഷമാണ് ഇവിടെ കാണിക്കുക. ഇതാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിയൻസ്. ഏറ്റവും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഓഡിയൻസ്. ഞാൻ എൻ്റെ പ്രോഗ്രാം എവിടെ ചെയ്താലും സാഷ്ടാംഗ നമസ്കാരം ചെയ്യും. എൻ്റെ സ്റ്റുഡൻ്റ് എവിടെ സ്റ്റേജിൽ കയറി ചെയ്താലും അതിൻ്റെ പിന്നാലെ ഞാൻ പോയി. കാരണം ഒരു പരിചയമില്ലാത്ത, നമുക്ക് ഒരു കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അവരുടെ ജീവിതത്തിൽ നിന്ന് 10-24,000 ദിവസമല്ലേ ഉള്ളൂ നമുക്ക്. 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊക്കെ വോട്ട് ചെയ്യണം. 60 വയസ്സ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കിട്ടിയത് ഭാഗ്യമാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ റിട്ടയർമെൻറ്റ് വെച്ചേക്കണേ. അപ്പോൾ ഈ 60 വയസ്സിൽ 24,000 ദിവസം, 23,000-24 ദിവസം വരുന്നുള്ളൂ. ഇൻറ്റു 24 മണിക്കൂർ. അതിൽ 2 മണിക്കൂർ നമ്മുടെ പരിപാടി കാണാൻ വേണ്ടി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ നമ്മൾ ഈ നൃത്തമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പല കുട്ടികളും, ഇപ്പോഴത്തെ ആൾക്കാർ ഡാൻസേഴ്സൊക്കെ കാണിക്കുന്ന ചില കാര്യം കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഒരാൾ വന്ന് സാർ ഫോട്ടോ എടുത്തിട്ട് അല്ലെ ടീച്ചർ ഫോട്ടോ, ഓ നോ എന്തോ മാതിരി. അതായത് രാവണനായി സ്റ്റേജിൽ നിന്ന് പുറത്ത് പോകുമ്പോഴും പിന്നെ അയാൾ രാവണൻ തന്നെയാണ്. എന്ത് അഭിനയം ചെയ്താലും നമ്മൾ ചെയ്യണം. ഞാൻ ചെയ്യാറുള്ളതും ഞാൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നതും അവസാനം ഇങ്ങനെ കാണിക്കണം. അതായത് ഇപ്പം നമ്മൾ രാവണനായിട്ട് വന്നു, അല്ലെങ്കിൽ നരസിംഹമായിട്ടൊക്കെ നമ്മൾ ചെയ്തു, ആ പവറെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പൂതനയായിട്ട് വന്നു, കുട്ടിയെടുത്ത് കഴിഞ്ഞ് പിന്നെ പൂതനയായിട്ടല്ല നടക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. എല്ലാ സഞ്ചാരി എന്ന് പറയും അഭിനയത്തിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന സഞ്ചാരി എന്ന് പറയും. ആ സഞ്ചാരി കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എൻ്റെ ഭഗവാനെ ദേവി എന്ന് പറഞ്ഞിട്ട് ബാക്കി പോകുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം, ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? കുട്ടിയോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. പെരുമാറ്റം. അതെ, പെരുമാറ്റം. ഇപ്പം അത് പേരുമാറ്റം എന്നല്ലല്ലോ ഉദ്ദേശിച്ചത്? അല്ല, പെരുമാറ്റം. ഓക്കെ. എങ്കിൽ എൻ്റെ ഒരഭിപ്രായത്തിൽ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം ഭയമാണ്. ഈ ഭയത്തിൻ്റെ അണ്ടറിലാണ് കുട്ടി പറഞ്ഞ എല്ലാം വരുന്നത്. എന്താണ് ഭയം? പാമ്പിനെ കണ്ട് പേടിക്കുന്നതല്ല. അത് ഭയത്തിന് പല തലങ്ങളുണ്ട്. ഭയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രവണതയ്ക്കാണ് ഭയം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം, എന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ വഴക്ക് പറയാൻ, അനാവശ്യമായിട്ട് ഒരാൾ കുട്ടിയോട് വന്നിട്ട് എനിക്കൊരു 10 രൂപ തരുമോളെ, ചായ കുടിച്ചിട്ടില്ല, കഴിച്ചൊന്നുമില്ല, ഇപ്പോൾ നമുക്ക് നടക്കണം, ധർമ്മത്തിന് നടക്കണം, പ്രായം കണ്ടാൽ തോന്നുന്നില്ല, നടന്നാക്കും, ഇങ്ങനെയൊക്കെ പറയുന്നതിന് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ അച്ഛൻ നാട്ടിലുണ്ട് പ്രായത്തിലുള്ള, അപ്പോൾ ഓർക്കും ഞാൻ അങ്ങനെ വലിയ റിലേറ്റ് ചെയ്യും നമ്മൾ ഭയമുണ്ടെങ്കിൽ. പക്ഷേ ഒരു ശാസ്ത്രീയ കലയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതെ, പ്രത്യേകിച്ചും ഇന്ത്യൻ ശാസ്ത്രീയ കലകളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്തിയാണ്. ഭക്തിയാണ്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ സത്ചിന്ത ഉണർത്താനുള്ള മാനസിക നിലയാണ് ഭക്തി. നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനേ എനിക്ക് ലോട്ടറി അടിക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്കത് എല്ലാ, പിന്നെ ഏറ്റവും തെറ്റ് പ്രാർത്ഥന എന്തുണ്ട്, ഞാനത് ചെയ്ത് എനിക്കിത് തന്നാൽ ഞാനത് തരാം. ഇതൊരിക്കലും പ്രാർത്ഥിക്കരുതെന്നാണ് ഞാൻ പറയാറ്. തെറ്റാണ്. കാരണം ഇപ്പം ചിലവർ കാണിക്കലേ, ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ അതൊരു ഇനി അതൊരു വലിയൊരു ഇതായിട്ട് വരും, അത് കുഴപ്പമില്ല. അതായത് അവനവൻ്റെ വെൽത്തും സമ്പത്തും കാണിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പന് 101 പവൻ്റെ ഒരു കിണ്ടി, അല്ലെങ്കിൽ അതുപോലെ എന്ത് ഭഗവാനെ അപ്പോൾ ആലോചിക്കുന്നത് അറിയും, നീ എനിക്ക് കിണ്ടി കൊണ്ടുവരണം, 101 പവനാണ് നീ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് കണ്ടേക്കണത്. സത്യഭാമയുടെ കഥ അറിയോ കുട്ടിക്ക്? സത്യഭാമ അതായത് അല്ല, ഇനി അതല്ല താഴ്ത്തിക്കാരല്ല ഞാൻ ഉദ്ദേശിച്ച് ഭഗവാന്റെ സത്യഭാമ. ഇനിയിപ്പോൾ ഇതായിരിക്കും അടുത്ത ട്രോള്, കിടക്കട്ടെ. അതായത് എൻ്റെ വളരെ ഒരു വേണ്ടപ്പെട്ട ആൾ, സുഹൃത്ത് തന്നെയാണ്, നല്ലൊരു കലാകാരിയൊക്കെ തന്നെയാണ്, റെസ്പെക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്ന സത്യഭാമ ഭഗവാന്റെ സത്യഭാമ, രുക്മിണി സത്യഭാമ. ഈ സത്യഭാമ എന്ന് പറയുമ്പോൾ കുറച്ച് ഹുങ്ക് കൂടും. സത്യഭാമ അങ്ങനെയാണ്. രുക്മിണി വളരെ ഇന്നസെൻ്റാണ്. അപ്പോൾ ഒരു ദിവസം ഈ നാരദരുണ്ടല്ലോ, നാരദരുടെ പരിപാടി എവിടെയെങ്കിലൊക്കെ കൊണ്ട് പാരവയ്ക്കലാണ്. അപ്പോൾ അതിന് സതുദ്ദേശങ്ങളുണ്ട്, അത് വേറെ. അപ്പോൾ ഒരിക്കൽ കൃഷ്ണൻ ഒരു പാരിജാതം കൊണ്ട് രുക്മിണിക്ക് കൊണ്ടുകൊടുക്കും. ഇത് ഇദ്ദേഹം കാണും, നാരദർ പൂവൊക്കെ വെച്ച് കൊടുക്കണം. കണ്ടപ്പോൾ വേഗം ഞാനിപ്പോൾ ഒരാട്ടോ എന്ന് പറഞ്ഞിട്ട് നാരദർ പോകും, അടുത്ത വീട്ടിൽ പോകും. സത്യാമ്മ നോക്കെ നിൽക്കും ഇവിടെ. സത്യാമ്മ എന്താ സത്യാമ്മ, നോക്ക്, കൃഷ്ണൻ കൊണ്ട് കൊടുത്തു പാരിജാതം.
വല്ലതും കിട്ടിയോ? ആണോ എൻ്റെ നാരദരെ? പിന്നെ ഒന്ന് ഞങ്ങൾ വരട്ടെ വൈകുന്നേരം, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരും, ഇന്ന് എൻ്റെ ഡേറ്റാ, വരുമല്ല കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ഇരുന്ന് വൈകുന്നേരം കൃഷ്ണൻ വായിച്ച് ഇങ്ങോട്ട് വരികയാണ്. വരണ വഴി അങ്ങോട്ട് മേടിച്ച് വരും. മനുഷ്യ ഒരു 5 മിനിറ്റ് അവിടെ വയ്ക്കുക, എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറയാം. എന്നിട്ട് പറയാം, നിങ്ങൾ അവിടെ കൊണ്ടൊരു പൂവ് കൊണ്ടു കൊടുത്ത്, എൻ്റെ പൂവ് എവിടെയാണെന്ന് ചോദിക്കാം. മേലെ തൊട്ട് പോലും മാറിയിരുന്നോണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ദേഷ്യപ്പെട്ടു പോയത്. ഓ നീ സമാധാനപ്പെട്, ഞാൻ ശരിയാക്കി തരാം. ഒരു മരം തന്നെ അങ്ങനെ കണ്ട് കൊണ്ടുകൊടുക്കും. പാരിജാതത്തിൻ്റെ വലിയ മരം. അപ്പോൾ ഒരു മതിലാണ് അപ്പുറത്തെ രുക്മിണിക്കും ഇപ്പുറത്തെ. കാരണം അദ്ദേഹത്തിന് എപ്പോഴും കുറേ ലോങ് ട്രാവൽ ചെയ്യും, ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവിടുന്ന് കയറി ഇപ്പം ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അതുകൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ ഒരു സ്റ്റോക്ക്. വേഗം സത്യഭാമ വലിയ മരം കെട്ടി കഴിഞ്ഞ ഉടനെ അപ്പോൾ അവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശകുന്തള, ഒരു തോഴിയായിരിക്കേ, ആ ഇവിടെ ഉണ്ട് കേട്ടോ പാരിജാതം, മരം തന്നെയുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹുങ്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തൊരു പണി നോക്കണ്ട, ആണോ നന്നായി വരാം. അപ്പോൾ അപ്പോഴേക്കും രാത്രി ഇവർക്ക് ഭഗവാന്മാർക്ക് പിന്നെ ദേവിമാർക്കൊക്കെ അന്ന് പെട്ടെന്നാണല്ലോ പൂവൊക്കെ ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, എല്ലാം പെട്ടെന്ന് സീരിയൽ പോലെ പെട്ടെന്ന് പോകും. അപ്പോൾ രാത്രി നിറയെ പൂക്കളായി. അപ്പോൾ സത്യഭാമ സന്ധ്യയ്ക്കൊക്കെ വന്ന് നോക്കും പൂവ് നിറഞ്ഞ് ഭയങ്കര സന്തോഷം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, കണ്ടോ എൻ്റെ പൂവ് എന്നൊക്കെ ചോദിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കാലത്ത് വേഗം ഉറക്കടുത്ത് പല്ലൊക്കെ തേച്ച് റെഡിയായിട്ട് സത്യഭാമ വന്ന് നോക്കുമ്പോൾ അത് മുഴുവനും ചെരിഞ്ഞ് അപ്പുറത്തേക്ക് വീണ് കിടക്കുക. പൂക്കൾ മുഴുവനും അടുത്തേക്ക് പൂ വീണക്കണേ. അതായത് ഇതിന്ന് എന്താ മനസ്സിലായി? അനുഭവിക്കാൻ യോഗം വേണം. ഇതുപോലെ സത്യഭാമയുടെ മറ്റൊരു കഥയുണ്ട്, അഹങ്കാരം കാണിച്ച്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് ഇതും പറഞ്ഞു മാത്രം. അത് വേറെ ഒന്നുമില്ല, പാരിജാതത്തിൻ്റെ കഥ പോലെ തന്നെ സ്വത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു തുലാഭാരം വയ്ക്കും കൃഷ്ണൻ്റെ. അപ്പോൾ കൃഷ്ണൻ്റെ തുലാഭാരത്തിന് സത്യഭാമ വന്നിട്ട് സ്വർണം കുറേ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഭയങ്കര സമ്പത്തുള്ള ഒരാളാണ് സത്യഭാമ, ഭയങ്കര പൈസക്കാരിയാണ്. ഉള്ള സ്വർണം മുഴുവൻ വെച്ച് കഴിയുമ്പോഴും കൃഷ്ണൻ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കും, പൊങ്ങണില്ല. സത്യഭാമയ്ക്ക് ആകെ ടെൻഷൻ, ഒന്നുമില്ല കയ്യിൽ, എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആളുടെ ധാരണ എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര വെൽത്തിയാന്ന് കാണിക്കണം. അപ്പോൾ ആ ഒരു ഇതിലാണ് നിൽക്കണേ. രുക്മിണി അപ്പുറത്ത് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കൃഷ്ണൻ പതുക്കെ രുക്മിണിയെ നോക്കി ഒന്ന് ചിരിക്കും. അപ്പോൾ എന്തിനാ ഇങ്ങനെ കളിയാക്കണത് എന്ന് പറയും. അപ്പോൾ പറയും നിൽക്കുക എന്ന് പറയും. അപ്പോൾ രുക്മിണിയോട് പറയും വയ്ക്കാൻ പറയും, നിൻ്റെ സ്വർണ്ണം എന്ത് ചെയ്യും എന്താ വെച്ചാൽ വെച്ചോ. രുക്മിണി എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ സ്വർണ്ണമൊന്നും ഒത്തൻ തരാനില്ല. ഭഗവാനെ എന്നിട്ട് തുളസി എടുക്കും, എന്നിട്ട് പ്രാർത്ഥിച്ചു എനിക്കിതേ തരാളൂ ഭഗവാനെ എന്ന് വയ്ക്കും. ഇങ്ങനെ പോകും. ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ ഭഗവാന് കൊണ്ട് കുറേ കൊടുക്കണതിലൊന്നുമല്ല കാര്യം, മനസ്സിലാവുണ്ടോ? നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്ചിന്ത ഉണ്ടാക്കുക, അതല്ലേക്കാണ് ഈ ടോപ്പിക്ക് വന്നത്. കല പഠിക്കുന്നത് കൊണ്ട് വേണ്ടത് കുട്ടികളിലായാലും വലിയവരിലായാലും പിന്നെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ പ്രധാനമായിട്ട്. അതും ഞാൻ പറയാം, ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളെന്നും ഒറ്റയാണ്. അതായത് നമുക്ക് ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും എല്ലാ സമ്പത്തും ഉണ്ടെങ്കിലേ നമ്മളെ ആൾക്ക് വേണ്ടൂ. മനസ്സിലാവുണ്ടോ? അത് പ്രത്യേകിച്ച് നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ പറഞ്ഞു വന്ന് അവിടെ വെറുതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മനസ്സിലാവും നമുക്ക് വലിയ വിലയൊന്നുമില്ല എന്നുള്ളത്. ഞാൻ മറ്റുള്ളവരൊക്കെ എന്നോട് ദേഷ്യപ്പെടുമോ എന്നറിയില്ല, എന്നാലും പറയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് അതിപ്പോൾ ആരായാലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇതിലെഴുതി, നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മമാരെ നിങ്ങൾ ആരോഗ്യം ഉണ്ടെങ്കിൽ കൂടെ താമസിപ്പിക്കരുത്. താമസിപ്പിക്കണം എന്നല്ലേ പറയാൻ ആരുത്. അതാണ് എഴുതിയത്. അത് വലിയ ഇതിൽ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്തുവെന്ന് വെച്ചാൽ അച്ഛനമ്മമാർ ആണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ സ്പേസ് ഉണ്ട്. ഇപ്പോൾ കുട്ടി തന്നെ പ്രായമായൊരു അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് താമസിക്കും, അമ്മയുണ്ടെങ്കിൽ എൻ്റെ അമ്മ അവിടെ ഇരിക്കും, അമ്മയ്ക്ക് എന്താ വേണ്ടേ? അമ്മോട് എന്തിനാ അമ്മയെ ആവശ്യമില്ലാത്ത പണിയെടുക്കണേ, അതെടുക്കണേ ഇതെടുക്കണേ. അപ്പോൾ അവർക്കൊരു തോന്നൽ വരികയാണ്, അപ്പം ഇനി എന്നെക്കൊണ്ട് ആവശ്യമില്ലാണ്ടായില്ലേ, അപ്പോൾ ഞാൻ വയസ്സായില്ലേ. നേരെ മറിച്ച് അച്ഛനമ്മയെ തന്നെയാണ് താമസിക്കുന്നത്, 2 മക്കൾ വേറെ താമസിക്കണ്ടെങ്കിൽ മനുഷ്യ മോൾക്ക് നാളെ ഇത്തിരി കായ ഓർത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് മാർക്കറ്റിൽ പോയി ഇത്തിരി കായം മേടിച്ചു കൊണ്ടുവരണം, പോരുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയോട് കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. ആ ശരി, ഞാൻ കുളിച്ചിട്ട് പോവാം. അല്ല അത് ഇലക്ട്രിസിറ്റി ബില്ലടച്ചോ നിങ്ങൾ? അപ്പം എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അതേ പശുവിനെ പുല്ലിട്ട് കൊടുത്തേക്കണേ, ഞാൻ വരുമ്പോഴേക്കും നീ ആ പശുവിനുള്ള വെള്ളം കൊടുത്തേക്കണം കേട്ടോ എന്ന് ഇവരോടും പറയണം.
ദോശ ഞാൻ വന്നിട്ടുണ്ടാക്കിയാൽ മതി. അപ്പോൾ വരുമ്പോഴേക്കും എനിക്ക് ദോശ ഉണ്ടാക്കി, ഇത് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ. അവർ ആരോഗ്യമായിട്ടിരിക്കും. തീരെ വയ്യാണ്ടായി അവരെ കൊണ്ട് നോക്കണം. ഞാൻ പറഞ്ഞാൽ എത്രയൊക്കെ ആണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം അവരുടെ വീട്ടിൽ, അവരുടെ സ്ഥലത്ത് തന്നെയാണ്. നമ്മുടെ മകളുടെ വീട്ടിൽ പോയാലും ഇപ്പോൾ എവിടെയായിരിക്കണേ, സാധനങ്ങൾ എന്താണ്, അയ്യോ അമ്മ അതിലല്ല, അമ്മ അത് എന്തിനെടുത്തത്, ഇവിടെ വേറെ ഇരിക്കണ്ട, അയ്യോ ഞാൻ തെറ്റിയെടുത്തു, അമ്മ മോളെ ഇത് അല്ല. ഈ സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് ചില മക്കളാണെങ്കിലും. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഇതേ ഓർത്തപ്പോൾ ഒരിക്കലും എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡോണ്ട് ഡീഗ്രേഡ് യുവർ പാരൻസ് ഇൻ ഫ്രണ്ട് ഓഫ് പബ്ലിക്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, ഇപ്പോഴത്തെ നല്ല ചില കുട്ടികൾക്ക് ഞാൻ കാണുന്നത്, ഇതൊക്കെ ക്ലാസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങളുടെ അത്ര വിവരം ഉണ്ടാവില്ല. പക്ഷേ ചില കുട്ടികൾ കുറച്ച് പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ വെച്ച് പറയും, അമ്മ അങ്ങനെയല്ല, അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ, എൻ്റെ ആൻറ്റി അമ്മയ്ക്ക് വല്ല വിവരമുണ്ടോ. ഇത് ചോദിക്കുമ്പോൾ അവർ ഇത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്നറിയും. അല്ലെ എൻ്റെ അച്ഛന് മൊബൈൽ ഇങ്ങനെയൊന്നും അല്ല അത് ചെയ്യേണ്ടത്. ശരിയാണ്, നിങ്ങളുടെ എത്ര. അപ്പം ഞാൻ പറയണം, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ കണ്ടില്ല എന്നടിക്കാം, വീട്ടിൽ ചെന്നിട്ട് അമ്മേ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ ഒരു സ്വഭാവം തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളത്. നിങ്ങളുടെ അത്ര അറിവ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. നിങ്ങളും കുറച്ച് കഴിയുമ്പോൾ പച്ചപ്ലാവില പഴുത്തപ്ലാവിലോട് പറയണ പോലെ കുറച്ച് കഴിയുമ്പോൾ നമ്മളും വയസ്സാവും അല്ലേ. അപ്പോൾ ഒരിക്കലും ഡീഗ്രേഡ് ഇതെല്ലാം ഈ ആർട്ട് എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കണം ക്ലാസ്സിൽ. അപ്പോൾ അത് കാരണം അതുപോലെ ഇപ്പോൾ കുട്ടികളെ ഞാൻ പറയും, നിങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കണം വീട്ടിലെ ആവശ്യകത എന്തൊക്കെയാണെന്ന് അറിയാൻ. ഞാൻ എൻ്റെ 2 മക്കളെ കൊണ്ടാണ് അടുക്കളയിലേക്ക് സാധനങ്ങൾ നോക്കുക. കടയിൽ പോകുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ അവർ പോയി ഇപ്പോൾ പയറ് കഴിഞ്ഞോ പരിപ്പ് കഴിഞ്ഞോ പഞ്ചസാര കഴിഞ്ഞോ അവർ നോക്കട്ടെ. അപ്പോഴവർക്ക് മനസ്സിലാവും. ആവശ്യമില്ലാത്തവർ മേടിക്കില്ല. 1 കിലോ പഞ്ചസാര ഇത്ര റുപ്യാണെന്ന് അവർ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മളുടെ കലാപഠനത്തിൽ കൂടെ പഠിപ്പിക്കാൻ വേണ്ടി ഏത് സ്കൂളിലാണ് റെസ്പെക്റ്റ് പഠിപ്പിക്കണം? സമയമില്ല. മാത്സ് കഴിഞ്ഞാൽ ഹിന്ദി കഴിഞ്ഞാൽ മലയാളം കഴിഞ്ഞാൽ എന്തിനാണ് ഒരു പ്രായമായവർ വരുമ്പോൾ എണീറ്റ് നിൽക്കണത്? അവരുടെ കാലും തൊട്ട് തൊടണം എന്തിനാണ്? ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന കുറേ എനർജിയുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഞാൻ പറയും, എൻ്റെ വീട്ടിൽ വന്ന് ആര് വന്നാലും, എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ട് ആര് വന്നാലും ഒരു ഗ്ലാസ് വെള്ളം ഓഫർ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ നിർബന്ധം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. നിങ്ങളുടെ വീട്ടിൽ ആര് വരുമ്പോഴും കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാർ അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വേണം വാതിൽ തുറക്കാൻ. അങ്കിൾ ഇരിക്കൂ കേട്ടോ, ഞാൻ അമ്മയെ വിളിക്കാം, അല്ലെങ്കിൽ ആൻറ്റി ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം കേട്ടോ എന്ന് പറയുക. അതിനുശേഷം അവർ അച്ഛാ അതേ ഇന്നാൾ വന്നിക്കണം കേട്ടോ എന്ന് പറയാം. എന്നിട്ട് അവർ ചോദിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് അവർക്ക് കൊടുക്കാം. കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇതെന്തറിയോ, പിള്ളേർ റൂമിലാ, മോളെ ആൻറ്റി വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയണു. അതെ മോള് പഠിക്കുകയാണേ, ഒക്കെ എക്സാമാണ്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് വരാനോ, ഞാൻ എൻ്റെ വീട്ടിൽ ബെല്ല് അടിയിലുണ്ട്. പിള്ളേർ മുകളിലാണെങ്കിലും ബെല്ലടിക്കും. ഒരു ബെല്ലാണെങ്കിൽ പതുക്കെ വന്നാൽ മതി. 2 ബെല്ലാണെങ്കിൽ അർജൻറ്റ് താഴെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ വേറെ ആയിരിക്കും. ഏത് ഗസ്റ്റ് വന്നാലും വന്ന് കണ്ടുപോകണം. എത്ര നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്നവർ നമുക്ക് അതിഥി ദേവോഭവ എന്നല്ലേ. വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്ന അതിഥിയാണ്. അവരെ അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം കുട്ടികളെ. എന്നിട്ട് കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായത്, എൻ്റെ മകൾ ഇതുപോലെ ചെയ്തു. കുട്ടിക്കാലത്ത് വെള്ളം കൊണ്ട് കൊടുത്തു. അവർ അപ്പോൾ എൻ്റെ സുഹൃത്തും ഭാര്യയും അമ്മായിയമ്മയും കൂടിയാണ് വന്നത്. ഈ അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും സദ്യ കഴിഞ്ഞിട്ട് അവർ വരുന്നത്. ദാഹിച്ചിട്ടു എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇവർ വന്ന് കയറി ഉടനെ തന്നെ മുളവാല് പറഞ്ഞു. അപ്പോൾ വെള്ളം കൊണ്ട് കൊടുത്ത് ഇവർ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഇവർ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെയ്തപ്പോൾ ആ ഫ്രണ്ട് എന്നെ വിളിച്ചു, മാഷേ വലിയൊരു സന്തോഷം പറയാൻ കേട്ടോ, ഞാൻ എൻ്റെ അമ്മായിയമ്മയും വഴക്ക് പറഞ്ഞിട്ട് മാഷ വീട്ടിലേക്ക് കയറിയേ. അവർക്ക് മാഷ വീടിൻ്റെ മുമ്പിലെത്തിയപ്പോഴേ വെള്ളം കുടിക്കണം. ഞാൻ പറഞ്ഞു നാണക്കേട്, കയറുമ്പോഴേ ഇങ്ങനെ ഒരു വെള്ളം ഒരാളുടെ ചോദിക്കണേ അമ്മ, അന്ന് ഞാൻ ഇന്ന് ഇറങ്ങി ഉടനെ നമുക്ക് വെള്ളം കുടിക്കാമെന്ന്. പക്ഷേ മാഷ വീട്ടിൽ കയറിയപ്പോൾ മോള് വെള്ളം കൊണ്ടുവന്നപ്പോൾ ആരോ പറഞ്ഞു നിർത്തിയ പോലെ ആ സമയത്ത് കിട്ടിയപ്പോൾ പറയാം, ഇവിടുന്ന് മാഷ വീട് വരെ മാഷ കുട്ടിയെ പറ്റി പറയാനേ അവർക്ക് സമയമുള്ളൂ. അപ്പോൾ ആ ബ്ലെസ്സിങ് ആവാം എൻ്റെ മോളിൽ നിന്ന് ഈ കലാരംഗത്തായാലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തായാലും ഇത്രയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ്. നമുക്ക് പൈസ മാത്രമോ അല്ലെങ്കിൽ ബാക്കി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. വേണ്ടത് മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇടം നേടാൻ കഴിയും.
അതാണ് ഏറ്റവും വലുത് വേണ്ടത്. പെരുമാറ്റമാണ് ഏറ്റവും, അല്ലാതെ സമ്പത്തോ സൗന്ദര്യം അതൊക്കെ സെക്കൻഡറിയാണ്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലതെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രായമാണ്. കുട്ടികൾ അവരുടേതായ ചിന്തകളും ചാബല്യങ്ങളും ഓരോ പ്രായത്തിലുമുണ്ട്. അത് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും റെസ്ട്രിക്റ്റ് ചെയ്താൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. സ്നേഹത്തിൽ കൂടി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ കഴിയുന്ന അവരെ പറഞ്ഞു മനസ്സിലാക്കി അതിനൊക്കെ കലാപഠനം ഉപകരിക്കും. നിങ്ങളുടെ കുട്ടിയെ കലാതിലകാക്കാനോ കലാപ്രതിഭയാക്കാനോ അല്ല പഠിപ്പിക്കേണ്ടത്. ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുക. ഇപ്പോൾ ഭരതനാട്യം ഇപ്പോൾ ഇവിടെയാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ UK ആയാലും കൊള്ളാം, ഇന്ത്യയിൽ തന്നെ അങ്ങനെ ആയിട്ടുണ്ട്. ഒരു 10-15 സംഭവങ്ങൾ പഠിപ്പിക്കുക. എന്നിട്ട് യാതൊരു ഞാനും ഇല്ല ഒന്നിനെക്കുറിച്ചും. ഇപ്പോൾ വേം പറഞ്ഞില്ലേ പതാകം ഭരതനാട്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹിനിയാട്ടത്തിൻ്റെ അർത്ഥം പറയും. എനിക്ക് തോന്നുന്ന ഒരുപാട് പേരും കുട്ടികളെ കലാതിലകാക്കാൻ വേണ്ടിയിട്ടാണ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി എല്ലാത്തിലും. എന്നിട്ട് ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഈ കുട്ടിക്ക് ഭാവിയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികൾ ഭരതനാട്യം മാത്രമാണ് ഐച്ഛിക ഭാഷയായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. കുച്ചിപ്പിടിയും പഠിപ്പിക്കാറുണ്ട് കുച്ചിപ്പിടി കുറച്ച്. കാരണം അഭിനയ തർപ്പണമാണ് ഭരതനാട്യത്തിനും കുച്ചിപ്പിടിക്കും ഫോളോ ചെയ്യണേ. മുദ്രകളും സെയിമാണ്. മോഹിനിയാട്ടം ഹസ്തലക്ഷണ ദീപികയാണ്. മുദ്രകൾ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായി. പിന്നെ ഒരു ഉദാഹരണം നമുക്ക് ഇപ്പം അപ്പം അത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വേറെ പല ഇൻ്റർവ്യൂവിലും കാണിക്കാറുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കോൺട്രവേഴ്സിക്ക് വരുന്നത് മോഹിനിയാട്ടം അത് പുരുഷന് ചേർന്നതല്ല. മോഹിനിയാട്ടം പുരുഷന് ചേർന്നതല്ല അല്ല. ശരി, ഓക്കെ. പുരുഷന്മാർക്ക് ചേർന്ന ഞാൻ ഐച്ഛിക വിഷയം തന്നെ ആയിട്ട് കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. കല്യാൺകുട്ടിയും ടീച്ചറെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് മോഹിനിയാട്ടം എന്നാ പറയുക. അവരുടെ അടുത്താണ് ഞാൻ പഠിച്ചേക്കണേ. എന്താണ് മോഹിനിയാട്ടം? ഹു ഈസ് മോഹിനി? സ്ത്രീയാണ് മോഹിനി. മോഹിനി എന്ന് പറഞ്ഞാൽ ആരെയാ മോഹിനി എന്ന് വിളിക്കുക? പാർവതി ദേവിനെയാണ്. മോഹിനി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മോഹം ജനിപ്പിക്കാൻ കഴിവുള്ളവളാണ്. മോഹിനി. അതെ, മോഹിനി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി അല്ല ഉദ്ദേശിച്ചത്. മോഹം ജനിപ്പിക്കാൻ കഴിവുള്ളവരിലെ മോഹിനി. അതുകൊണ്ടല്ലേ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഭഗവാൻ വിഷ്ണു എന്ന് പറഞ്ഞ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമല്ലേ. ആ വിഷ്ണു പോലും വേഷം മാറിയാണ് മഹാദേവന്റെ അടുത്ത് പോണത്, അത്ര സുന്ദരിയായിട്ട്. അപ്പൊ പറഞ്ഞു പോന്നെ മോഹം ജനിപ്പിക്കാൻ കഴിവുള്ളവളാണ് മോഹിനി. അവരുടെ അതുകൊണ്ടാണ് മോഹിനിയാട്ടം എന്ന് വന്നത്. മോഹിനിയുടെ ആട്ടമായിരിക്കണം, പുരുഷ നൃത്തന അല്ല. പുരുഷൻ വേഷം മാറിക്കോളൂ, സ്ത്രീയായിട്ട് വരും, എന്നിട്ട് ചെയ്യൂ. അല്ലാതെ ചെയ്ത അരോചകമാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞു മോഹിനിയാട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, തദ്ദിങ്കണ തോന്നിട്ടൊരു സാധനം. തദ്ധിം കെ ഇണ തൊം. ഇത് ഒരു പാടത്ത് കാറ്റത്ത് നെൽക്കതിരെങ്ങനെയാണോ ആടുന്നത് അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അതാണ് ഒരു മോഹിനിയാട്ട നർത്തകിയുടെ ശരീരം. അത്രയ്ക്ക് സോഫ്റ്റായിരിക്കണം, വഴങ്ങണം. ഈ സംഭവം ഇപ്പം ഇത് കയ്യിൽ എണ്ണ എടുത്താൽ, എണ്ണ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ എടുത്താൽ ഈ എണ്ണ കട്ടാവരുത്. മനസ്സിലായോ? ഈ പോക്ക്, ഈ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യണം. ഇതിൻ്റെ നമ്മുടെ ശരീരം പോണം, കൈ പോണം, കണ്ണ് പോണം, മനസ്സ് പോണം. ഇതേ സാധനം തദ്ദിങ്കണത്തോ എന്നുള്ളൊരു പോഷൻ ഇത് ഭരതനാട്യത്തിലെടുക്കുമ്പോൾ മാറി. അതിന് കുറച്ച് പൗരുഷവും താണ്ഡവും കയറും. തദ്ധിം കിണ്ണത്തോ ഇങ്ങനെയാണ് നേരെ ഷാർപ്നെസ് വരുന്നത്. മനസ്സിലാണ്? അത് പ്രത്യേകിച്ച് ഞാൻ ഫോളോ ചെയ്യുന്ന പന്തന്നല്ലൂർ കലാക്ഷേത്ര ബാണിയാണ്. ഞങ്ങളുടെ കലാക്ഷേത്ര ബാണി എന്ന് പറഞ്ഞാൽ ഈ ഭരതനാട്യം പ്രധാനപ്പെട്ട 5 ശൈലിയുണ്ട്: തഞ്ചാവൂർ, വഴവൂർ, കുംഭകോണം, മൈസൂർ, പന്തന്നല്ലൂർ. ഇതിൽ ഈ പന്തന്നല്ലൂർ ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മാത്തമാറ്റിക്കലി ഫ്രെയിംഡ് എന്നാണ് ഞാൻ അതിനെ വിളിക്കാറ്. മനസ്സിലായി? അതായത് മാത്തമാറ്റിക്കലി ഫ്രെയിംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുണ്ടത്. ഇപ്പോൾ കൈ പിടിക്കണതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ നാട്യാരംഭ സ്ഥാനം എന്ന് പറഞ്ഞത് ഇതിങ്ങനെ തന്നെ പിടിക്കണം, പഴയാന്ന് പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ തൈ ആ ഷാർപ്നെസ് വേണം നോട്ടത്തിൽ. കൈ പോണേനൊക്കെ ക്യുക്കായിരിക്കും. കിട്ടത്തക്ക ആ നോട്ടം, ആ ഗ്രേസ് എന്ന് പറയില്ലേ, ഒരു പവർ, അത് ഉണ്ടാവണം. ഇത് തന്നെ കുച്ചിപ്പിടിക്ക് ഇതേ സാധനം തദ്ദിങ്കണം തോന്നുന്ന സാധനം എടുക്കുന്നത്. തദ്ധിം കീ ണ മൂക്ക് കൊണ്ടോ വരണത്, താടി കണ്ടോ തൊം ഇങ്ങനെയാണ് എടുക്കാറ്. പക്ഷെ ഇത് തന്നെ ചിലവർ വ്യത്യാസമായിട്ട് എടുക്കുന്ന ശൈലി. ഇപ്പോൾ ഈ തദ്ദിങ്കണ ഭരതനാട്യം 5 ശൈലി എന്ന് പറയില്ലേ, കുച്ചിപ്പിടിയും പല പല ശൈലിയുണ്ട്. മനസ്സിലായി? പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ചിട്ടയായ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഈ വ്യത്യാസം കുട്ടികൾക്ക് അറിയില്ല. ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടിയും കൂടി പഠിക്കുന്ന ഒരു കുട്ടി ഒരു ജതികൾ, ഇപ്പോൾ ഉദാഹരണം പറയാം, ധൈം തത്ത ധൈമി താ തം തക്കം തറം തണം ഗതിം തക്ക
ഇങ്ങനെ ഒരു ജതിയ കളിക്കണമ്പോൾ ഇപ്പോൾ തറം തണം ഗതിയും തക ഇത് കയറി വരും, മോഹിനിയാട്ടം കയറി വരും. കാരണം പെട്ടെന്ന് ഞാനിപ്പോൾ ഏതാ കളിക്കണേ, ഭരതനാട്യമാണോ കളിക്കണേ, ഒരു സ്പെഷ്യലൈസേഷൻ കൊടുക്കുക, ഒരു മുദ്ര കൊടുക്കുക. അതിനിപ്പോൾ പതാക എന്ന് പറഞ്ഞ മുദ്ര, ഇതിൻ്റെ വിനിയോഗം ഒരു 3 പേജാണ്. വിനിയോഗം എന്ന് പറഞ്ഞാൽ യൂസസ്. ഭരതനാട്യത്തിൽ ഇപ്പോൾ നാട്യാരംഭേ വാരിവാഹേ വനേ വസ്തുനിഷേധനേ കുജസ്ഥലേ നിശായാം നദ്യാം അമരമണ്ഡലേ തുരംഗേ ഖണ്ഡനേ വായൗ ശയനേ ഗമനോദ്യമേ പ്രതാപേ ച പ്രസാദേ ക്ഷന്ത്രികായാം ഘനാതപേ കവാടപാഠനേ സപ്തവിഭക്ത്യത്തെ തരംഗകേ വീതി പ്രവേശഭാവേപി സമത്വേ ച അങ്കരാഗകേ ആത്മാർത്ഥേ ശബദേ ചാവി തൂഷ്ണീം ഭാവനിദർശനം. ഇതങ്ങോട്ട് പോവും, 2 ഇൻ്റർവ്യൂ വേണ്ടി വരും. അതുകൊണ്ട് ഇത് കുറേ ഉണ്ട്. ഇത് പഠിച്ചാൽ ഇപ്പം നാട്യാരംഭ സ്ഥാനം പിടിക്കാൻ അതിനാണ് ഈ മുദ്ര ഉപയോഗിക്കും. വാരിവാഹി മേഘങ്ങൾ, വനേ ഫോറസ്റ്റ്, വസ്തുനിഷേധനെ വേണ്ടാന്ന് പറയുക, കുജസ്ഥലേ ഹേർട്ട്, നിശ നൈറ്റ്. ഇപ്പോൾ ശ്രീരാമനും സീതയും ചേർന്ന് വനത്തിൽ പോയി എന്നാണ് കാണിക്കേണ്ടത്. അർത്ഥം അറിയാത്തവർ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറയും ഇതൊക്കെ ഏകദേശം ഒരു പോലെയല്ലേ. നേരെ മറിച്ച് ശ്രീരാമനും സീതയും ചേർന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സെക്കൻഡ് ഷോയ്ക്ക് പോയോ എന്ന് ചോദിക്കും. രാത്രി പോയി എന്നാ കാണിച്ചപ്പോൾ ഞാൻ അറിയണവർക്കാണ് ഇതാണ് നിശ നൈറ്റ് എന്നറിയാം. ഇങ്ങനെ കാണിക്കണം ഫോറസ്റ്റ്, ഇങ്ങനെ വന്ന മേഘം എന്നാണ് അർത്ഥം. ഇപ്പോൾ പറഞ്ഞു വന്ന വിനിയോഗം പഠിച്ചാൽ മാത്രം അതിൻ്റെ ഉപയോഗം പഠിച്ച് എന്ത് വസ്തു അതില്ലേ ഉപയോഗം പഠിച്ചാലേ കാര്യമുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാമെന്നറിയണം. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്ത് ഫോം പഠിക്കുകയാണെങ്കിലും അതിൻ്റെ തിയററ്റിക്കൽ വശം അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ താളങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ നിർബന്ധമായിട്ടും ഇന്ത്യൻ ശാസ്ത്രീയ കലകളുടെ പ്രത്യേകത അതിലെ താളത്തിന് വളരെ ഇമ്പോർട്ടൻസ്. എത്ര താളങ്ങളുണ്ട്, അതിൻ്റെ വിഭാഗങ്ങൾ ഏതൊക്കെ, ഒരു ചൊല്ല് എങ്ങനെയൊക്കെ പറയേണ്ടത്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും പഠിച്ചിട്ടും ഇപ്പോഴൊരു ബിഗിനറാണ്. അപ്പം വ്യക്തി ജീവിതത്തിലേക്ക് പോവാണെങ്കിൽ സാർ എന്താണ് പഠിച്ചത്? ഞാൻ കല്യാൺകുട്ടി ടീച്ചർ എടുത്താൽ പഠിച്ചതെന്ന് പറഞ്ഞല്ലോ സ്കൂൾ ലൈഫിൽ എൻ്റെ. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ RLB കോളേജിൽ ജോയിൻ ചെയ്തു. അതാണ് ആ കാലഘട്ടമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്. RLBയിൽ എൻ്റെ അഡ്മിഷനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ മെയിൽ സ്റ്റുഡൻ്റാണ് ഞാൻ. അതിനൊരു മാസക്കാലം ഞാൻ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി. ആ അഡ്മിഷൻ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. കാരണം തൃപ്പൂണിത്തുറ RLB സംഗീത കോളേജ്, അതായത് നമ്മളുടെ ഗാനഗന്ധർവൻ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ശ്രീ യേശുദാസ് സാരൊക്കെ പഠിച്ച കോളേജാണ്. അതുപോലെ നിരവധി കലാകാരന്മാർ, ദാസനെ പോലെയുള്ള ധാരാളം പേര് പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഭരതനാട്യ സെക്ഷൻ. അപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണക്കാരി കല്യാൺകുട്ടി ടീച്ചറാണ്. ടീച്ചർ ഞാൻ 10th എത്തിയപ്പോൾ പറഞ്ഞു, നീ ഇനി ഭരതനാട്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, മോഹിനിയാട്ടം വേണ്ട, അത് പെൺകുട്ടികൾക്കുള്ളതാണ്, പഠിപ്പിച്ചോ പക്ഷെ പെർഫോം ചെയ്യാൻ പറ്റില്ല, പക്ഷേ യു ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ ഇൻ ഭരതനാട്യം. അന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു. അങ്ങനെ കല്യാണിക്കുട്ടിയും ടീച്ചർ ഉപദേശപ്രകാരമാണ് RLBയിൽ ഞാൻ ചെല്ലുന്നതും. അവിടെ ഇല്ല അഡ്മിഷൻ, ആൺകുട്ടികൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനെ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി. പലരുടെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നേടിയെടുത്തു. RLB കോളേജിലെ ഫസ്റ്റ് മെയിൽ സ്റ്റുഡൻറ്റ് 85-ൽ ഞാനായിരുന്നു. അതിനുശേഷം ഞാൻ ഡിപ്ലോമ 4 വർഷം, പിന്നെ പോസ്റ്റ് ഡിപ്ലോമ ചെയ്തു. പിന്നെ എന്തു വെച്ചാൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭരതനാട്യത്തിന് BA ചെയ്തു, MA ചെയ്തു. ഈ ഡിഗ്രിയുടെ താഴെ വരുമ്പോൾ എപ്പോഴും ഡിപ്ലോമ. അത് പോളിടെക്നിക്കിലും എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കുന്ന വ്യത്യാസം. എന്താണ് ഡിപ്ലോമയുടെയും ഡിഗ്രിയുടെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാമോ? ഡിപ്ലോമ 6 മാസത്തെ കോഴ്സ് അതല്ല. എന്താ ഞാൻ ഐ എം ആസ്കിങ് അബൌട്ട് ദ കോഴ്സ്. എന്താണ് ഒരു ഡിപ്ലോമയും ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ പറഞ്ഞാൽ പറയാം. ഡിപ്ലോമയ്ക്ക് പ്രാക്ടിക്കൽ നോളേജ് കൂടും, ഡിഗ്രിക്ക് തിയററ്റിക്കൽ നോളേജ് കൂടും. അതായത് ഇപ്പോൾ എൻജിനീയറിങ് മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ ഒരാൾ, അയാളെ വിളിക്കുക. പോളിടെക്നിക്കിൽ നിന്നും അതേ വിഷയം പഠിച്ച ഒരാളെ വിളിച്ച പണി തീർത്തു പോകാരാന്നറിയോ? പോളിടെക്നിക്. മറ്റെങ്ങേരും തീർന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് നോക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ, അങ്ങനെ
കറക്റ്റായിരിക്കും, ഡ്രോയിങ് എല്ലാം വെച്ച് കറക്റ്റായിരിക്കും, പക്ഷേ അതൊക്കെ പ്രാക്ടിക്കൽ നോളജ് ഇത് തന്നെ എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. ഇപ്പോൾ ഡാൻസിൻ്റെ വെച്ചാൽ ഞങ്ങൾ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കാലത്ത് 9:45 ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി വരെ ആകെ 1 മണിക്കൂർ തിയറി, ബാക്കി മുഴുവൻ പ്രാക്ടിക്കൽ. ഇപ്പം അതല്ല, BA വന്നപ്പോൾ എന്തൊരു 1 പീരീഡ് പ്രാക്ടിക്കൽ. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം. ഇപ്പം ഇംഗ്ലീഷൊക്കെ പഠിക്കണമല്ലോ, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം, പിന്നെ പ്രാക്ടിക്കൽ 1 പീരീഡാണ് കിട്ടണേ. അപ്പോൾ എന്താ വെച്ചാൽ MA ഭരതനാട്യം കഴിഞ്ഞ ആൾക്ക് പെർഫോമൻസിന് ക്വാളിറ്റി ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. PG കഴിഞ്ഞ് പോസ്റ്റ് ഡിപ്ലോമ കഴിഞ്ഞാൽ ആളുടെ അത്രയും പറ്റില്ല. പക്ഷെ ഇത് രണ്ടും പഠിച്ചുകൊണ്ട് എന്ത് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തിയറിയും പഠിക്കാൻ പറ്റി, പ്രാക്ടിക്കലും പഠിക്കാൻ പറ്റി. അതിന് പിന്നെ ഞാൻ അതിനുശേഷം ആ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനറായി. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനറായിരുന്നു, ശ്രീശങ്കരയുടെ എക്സാമിനറായിരുന്നു. RLB കോളേജിൽ 7 വർഷം ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കാലടി യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ പോകുന്നു. അത് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാറ് കൂടുതലും കുട്ടികളെയാണ് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന ചെറിയ കുട്ടികളെയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് പഠന വൈകല്യമുള്ള കുട്ടികളെ, അങ്ങനെയുള്ള കുട്ടികളെയാണ് സാർ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു മേഖലയിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്? അങ്ങനെ പഠന വൈകല്യം എന്നല്ല പറയേണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും അങ്ങനെ ഒരു വൈകല്യം എന്നുള്ളൊരു വാക്ക് എനിക്കത് പറയാനൊരു താല്പര്യമില്ല. കാരണം കോൺസെൻട്രേഷൻ ഓഫ് മൈൻഡ് കൂടും. നിങ്ങൾ കല പഠിപ്പിച്ചാൽ കുട്ടികളിൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര വ്യത്യാസമുണ്ട്, എടുത്തു നോക്കിക്കോളൂ. ഇനി ചുരുക്കം വേറൊരു കാര്യം പറയാം. ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് വരുന്ന കുട്ടികളെയൊക്കെ പോയിട്ട് നിങ്ങൾ അവരോട് സംസാരിച്ച് നോക്കൂ. ഓൾമോസ്റ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും 90% മുകളിലായിരിക്കും മാർക്ക് സ്കൂളിൽ. കുറേ ഓൾമോസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഒരു ഭരതനാട്യം ചെയ്യാൻ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ഒരു കുട്ടി, ഒരു 10 വയസ്സോ 11 വയസ്സുള്ള കുട്ടിയുടെ കാര്യം ആലോചിച്ചു. കോസ്റ്റ്യൂം ശ്രദ്ധിക്കണം, ഹെയർ സ്റ്റൈൽ ശ്രദ്ധിക്കണം, ഓർക്കസ്ട്ര, ജതി പറയുമ്പോൾ ജതി കളിക്കണം, പാട്ട് പാടുമ്പോൾ അഭിനയിക്കണം, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ എത്രമാത്രം കോൺസെൻട്രേഷനുള്ള ഒരു കുട്ടിക്കാണ് ഒരു നല്ല പെർഫോമർ ആവാൻ പറ്റുന്നത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, വൈകല്യം എന്നല്ല, നമ്മൾക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്ന വ്യക്തികളുണ്ട്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ അടുത്ത് വന്നൊരു പയ്യൻ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നത്. മാഷേ വന്നത് 18 വയസ്സ് 19 വയസ്സുള്ളപ്പോഴാണ് അവൻ വന്നത്. എനിക്ക് ഭരതനാട്യം പഠിക്കണമെന്നാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പിന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, നമുക്ക് നോക്കാം, ബുധനാഴ്ച വന്നോളൂ. പക്ഷെ ഇപ്പം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചില കാര്യം ഏറ്റെടുത്തിട്ട് ദൈവമേ ഇനി ഞാനത് എന്ത് ചെയ്യുന്നൊക്കെ തോന്നേണ്ട കാര്യമില്ല. അതുപോലെ ഈ കുഞ്ഞിന് വയ്യല്ലോ കൈ കൊണ്ട്, ഞാൻ എന്താ ചെയ്യുക, എങ്ങനെ കളിപ്പിക്കും, സാറിലേ വന്നതാ പറഞ്ഞു. പക്ഷെ അവൻ ജോയിൻ ചെയ്തു. എനിക്ക് അതായത് ഇങ്ങനെ ഒരു 2 വയസ്സിലാണ് പോളിയോ വന്നതെന്നാണ് പറഞ്ഞത്. വലത്തെ കൈ കൊണ്ടോ അവൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് 4-ാം വർഷം ഞാൻ ഇവനെ ഗുരുവായൂർ പ്രോഗ്രാം ചെയ്യിപ്പിച്ചു. എൻ്റെ അച്ഛനും അമ്മയും വന്ന് എൻ്റെ കാൽക്ക വീണു. എന്താണെന്ന് വെച്ചാൽ വലത്തെ കൈ കൊണ്ട് അവൻ ഊണ് കഴിച്ചു. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ മിറാക്കിളാണ്. അതായത് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ കൈ ഇങ്ങനെ കളിക്കണം, തൈ ഹ തൈ ഹേ തൈ ഹ തൈ, ഇത് അറിയാതെ ഇങ്ങനെ ചെയ്യും. ഇവൻ ഈ കയ്യിലാണ് ഫോഴ്സ് തുടങ്ങിച്ചാലും മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഇത്, അറിയാതെ ഇത് വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് 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 അവൻ പതുക്കെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ചോരെടുത്തു. തീർച്ചയായിട്ടും ഞാൻ പറയണു, ഇതൊരു തെറാപ്പി തന്നെയാണ്, മനസ്സിലായോ? അതേപോലെ ഇത്തരം കാര്യങ്ങളുള്ളവർക്ക് വലിയൊരു ട്രീറ്റ്മെൻറ്റ് വരെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടിയുടെ 3 വിരലും പോയായിരുന്നു. 3 വയസ്സുള്ള കുട്ടി ട്രെയിനിലെ ഷട്ടർ വീണിട്ട്, എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് ആ കുട്ടി പറയണത്. അവസാനം ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ കുട്ടി, എന്നിട്ട് അവരെന്തോ ഡ്യൂപ്ലിക്കേറ്റ് എന്തോ സംഭവം വെച്ചു, പക്ഷേ കൈ അനക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, കുട്ടിയുടെ കൈ പോയ പോലെ. അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു. 4 വയസ്സിൽ എൻ്റെ അടുത്ത് വന്നു. അയാൾക്ക് 22 വയസ്സ് വരെയുള്ള എൻ്റെ അടുത്ത് പഠിച്ചു. ഇപ്പോൾ അവൾ പുറത്ത് PhD കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യണം. ആ കുട്ടി വലത്തെ കൈ സുഖമായിട്ട് ഇപ്പം എല്ലാം ചെയ്യും. ഈ വിരലൊക്കെ ഓക്കെ. ആർട്ടിഫിഷ്യൽ കുറച്ച് വെച്ചിട്ടുണ്ട്, കണ്ടാലറിയാം. പക്ഷേ കൈ പെർഫെക്റ്റായി ഡാൻസ് പഠിച്ചോണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടാണ് ഡാൻസ് പഠിച്ചുകൊണ്ട് മാത്രം. കാരണം ഇങ്ങനെ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഈ കൈ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെ ഇത് ഇങ്ങനെയാവും, മനസ്സിലായോ? ഇത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാതെ വന്നു പോകും, മനസ്സിലായി? ചില ഉപയോഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം, അതാണ് ഏറ്റവും വലിയ ഗുണം കലയ്ക്കുള്ളത്. അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റിനും ശരിക്കും പറഞ്ഞാൽ കലാപഠനം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്തെങ്കിലും ഒരു കല പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും പ്രായമാവില്ല.
അതാണ് ഏറ്റവും വലിയ ഗുണം. അതെ. കാരണം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മുടെ അപ്പിയറൻസ് ഇപ്പം ഞാൻ വളരെയധികം ഇപ്പം എനിക്കത് പറയാനൊരു വിഷമോ നാണക്കേടൊന്നുമില്ല. ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ സ്കിന്നായിക്കോട്ടെ, ഇപ്പം ഇവിടെയും നോർമലി ജെൻസിന് ഷേവ് ചെയ്യുമ്പോൾ സ്ഥിരം ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിക്കും. അതിന് പ്രകൃതിദത്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പിന്നെ ഉറക്കം, നമ്മുടെ ഏറ്റവും വലിയ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ ആരാന്ന് വെച്ചാൽ നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നവനാണെന്ന് ഞാൻ പറയും. നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ധനവാൻ, അല്ലേ? നല്ലോണം ധാരാളം വെള്ളം കുടിക്കുക, നല്ലവണ്ണം ഉറങ്ങുക, നല്ല ചിന്തകൾ, പാട്ട് കേൾക്കുക. ഈ വിഷമം വരുമ്പോൾ എന്താ അറിയോ, എൻ്റെ ഒരു പോളിസി എന്താ അറിയുക, ഇപ്പോൾ കുട്ടി കരയണം തോന്നുകയാണ്, ഞാൻ കരഞ്ഞോണം വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാർ എന്താണ് ചെയ്യുന്നത് ഒരു വിഷമം വരുമ്പോൾ? എനിക്ക് വിഷമം വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൃഷിയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡാൻസ് രണ്ടാമതാണ് കൃഷി. ചെടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. ഞാൻ ഫോൺ ചെയ്ത വൈഫോട്ട് ആ ചട്ടിക്ക് വെള്ളം ഒഴിച്ചു വിട്ടോ, ഇവിടെ ഒഴിച്ചു വിട്ടോ. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം ഒരു പൂവിൻ്റെ. ഞാൻ അടുത്ത വേറൊരു അനുഭവം പറയാം. ഞാൻ പുറത്തൊരു പ്രോഗ്രാമിന് പോണതിന് മുമ്പ് മാർച്ചിലായിരുന്നു, കഴിഞ്ഞ മാർച്ച് ഞാൻ UK പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പോണതിന് മുമ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലൊരു മാവുണ്ട്, ബഡ് ചെയ്ത മാവിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ദേ ഞാൻ പോയി വരുമ്പോഴേക്കും ഒരു മാങ്ങ ഉണ്ടാവണം കേട്ടോ, എന്ത് കഷ്ടം, ഒരു മാങ്ങെങ്കിലും എനിക്ക് തന്നോളൂ. ഞാൻ എല്ലാം അങ്ങനെ തന്നെ ഞാൻ വർത്താനം പറയാം. ചെടികളോടൊക്കെ വളരെ മോനെ പോലെ മോളെ പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ ചെടികളോടും വർത്താനം പറയും. പറഞ്ഞാൽ വിശ്വസിക്കുക, തിരിച്ചു വരുമ്പോൾ ഒരു മാങ്ങ ഉണ്ടായേക്കണു. ദേ അത് വീട്ടിലെല്ലാവരും അത് അത്ഭുതം പറയും. നമ്മൾ പറയില്ലേ പ്ലാന്റ്സിന്, എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ കേൾക്കാമെന്ന്, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ ചെടികളൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ അപ്പിയറൻസിന് മാറ്റം വരും. ഇപ്പോൾ കുട്ടികളോട് ചെറിയ ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഗുണം എന്താ അറിയോ, നോക്കിക്കോളൂ, LPയിലുള്ള പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടാൽ അവരുടെ രൂപത്തിനൊക്കെ ആ കുട്ടിത്തുണ്ടാവും. കാരണം നല്ല രസമുണ്ടല്ലോ അപ്പൻ്റെ ഡ്രസ്സ് കാണാൻ, മോളുടെ കമ്മൽ കാണാൻ നല്ല ഭംഗിയില്ല, ഇതാരാ വാങ്ങി തന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ സൗന്ദര്യം. ഇപ്പം നിങ്ങളൊരു കണ്ണാടി എടുക്കുക. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാറുണ്ട്, ഒരിക്കലും ആരുടെ നെഗറ്റീവ് കാണാതിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, നമ്മുടെ സൗന്ദര്യം നന്നാവാൻ. അയ്യേ എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് നോക്കൂ, കണ്ണാടി നോക്കൂ, അയ്യേ എൻ്റെ മുഖം വൃത്തികേടാ. നേരെ മറിച്ച് ഹായ് നല്ല മൂപ്പത്തി കേട്ടോ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കമ്മല് കാണാൻ. അപ്പം എന്നിട്ട് നോക്കുമോ നല്ല രസമുണ്ട് പറയുമ്പോൾ മുഖം കാണാൻ കൊള്ളില്ലേ? എന്തിനാണ് എല്ലാവരും നല്ല കണ്ണട, നല്ല ഭംഗിയുണ്ട്, ഇതാ ക്യാമറമാൻ നല്ല രസമുണ്ട് കേട്ടോ ഷർട്ട് കാണാൻ. അപ്പം നല്ലത് എന്ന് പറയുമ്പോൾ നമുക്ക് സൗന്ദര്യം വരും. പിന്നെ നമ്മളെ സ്നേഹിക്കുക. ഞാൻ എല്ലാവരോടും പറയണം, നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ആവശ്യം എപ്പോഴാണ്, നിങ്ങൾ നല്ലതായിട്ടിരിക്കുമ്പോൾ. ഫസ്റ്റ് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. മറ്റവർക്ക് കൊടുക്കേണ്ടതെന്നല്ല അർത്ഥം, കൊടുക്കണം. പക്ഷെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സൗന്ദര്യത്തിന്, നമ്മുടെ തലമുടിയെ എല്ലാം നമ്മൾ സ്നേഹിക്കുക. അപ്പം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ പറ്റും. മനസ്സിലായോ? അല്ലാതെ എല്ലാവരും കണ്ടില്ല, പഴയ അമ്മമാരൊന്നും അവർ കഴിക്കില്ല, മക്കൾക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവസാനം വരുമ്പോൾ എന്താ, അവർക്ക് വയ്യാണ്ട് കിടപ്പോ, എൻ്റെ അമ്മ എന്തിനാ അമ്മ കഴിക്കാണ്ട് സുഖം ഉണ്ടാക്കി വെച്ച അമ്മ തന്നെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ കരയാൻ തോന്നിയ അതിനൊന്നും വിഷമം. ഇപ്പം ചിലവർ പറയും, അയ്യോ മിഷീൻ താടി വെച്ച് ഞാൻ എങ്ങനെ കരയും, എന്താ മിഷീൻ താടി വെച്ചാൽ കരഞ്ഞോളേ. ചിരിക്കണമെങ്കിൽ ചിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഒരിക്കലും പോകണം. പിന്നെ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു മസാല ദോശ കഴിക്കണം എന്ന് പറഞ്ഞാൽ കഴിച്ചോളണം. കാരണം നാളെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ, നമുക്ക് ആർക്കറിയാം അല്ലേ? ഞാനിപ്പോൾ എന്തുമാത്രം പ്രതീക്ഷ വെച്ച് വന്ന ആളാണ് ഞാനിവിടെ ഷാർജയിലെത്തി. പക്ഷേ എല്ലാത്തിലും നല്ലത് കാണാം. ഞാൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ നിന്നും ഞാൻ ഒരുപാട് മാറി ഇപ്പോൾ. കാരണം നമ്മുടെ എല്ലാ ദുഃഖത്തിനും ഒരു സന്തോഷം വരുമെന്ന് പ്രതീക്ഷിക്കുക. മനസ്സിലായി? ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഷാർജയിൽ വന്നപ്പോൾ ഞാൻ ജോർജിയ പോണ വഴിയിലാണ് ഇവിടെ ഇറങ്ങിയത്. എനിക്ക് അതുകൊണ്ട് തന്നെ പലരെയും കാണാൻ പറ്റി, പല കാര്യങ്ങൾ കേൾക്കാൻ പറ്റി, കുറേ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുക. അത് വലിയൊരു കാര്യമല്ലേ ഇത് നിമിത്തം. ഇപ്പം എല്ലാ വിഷമങ്ങൾക്കും ഒരു നല്ല ഹാപ്പി വരും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മുടെ പിന്നെ സന്തോഷിക്കണം എപ്പോഴും. നമുക്ക് കിട്ടിയതിൽ, കിട്ടാത്തതിൽ മാത്രം വിഷമിച്ചിരുന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. എപ്പോഴും താഴേക്ക് നോക്കാം. ഞാൻ എൻ്റെ മക്കളോടും പറയാറുള്ളതാണ്, ചെറിയ ശമ്പളത്തിൽ, അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ ഏറ്റവും ചെറിയ ശമ്പളത്തിലേ വർക്ക് ചെയ്യാവൂ. ഇന്നത്തെ ഏറ്റവും വലിയൊരു അപകടം പിടിച്ച മേഖല വരുന്ന ഈ IT ഫീൽഡിലൊക്കെ ഒരു 5 വർഷം മുമ്പ് ഭയങ്കര ഡിമാൻഡായിരുന്നില്ലേ? 5-10 വർഷം മുമ്പ് IT ഫീൽഡിൽ ശമ്പളം എത്രയാണ്? 2 lakh
നാട്ടിൽ തന്നെ 2 ലക്ഷം റുപ്യ ശമ്പളം മേടിക്കുന്ന ധാരാളം പേരുണ്ടായിരുന്നല്ലോ. ടക്കെന്ന് അതങ്ങ് വന്നു നമ്മുടെ ശമ്പളം അങ്ങ് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റി, ഒരു 1.5 ലക്ഷം ആക്കി 1 ലക്ഷം ആക്കുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നും അയ്യോ എൻ്റെ ജോലി പോരെ, എന്നെ കൊള്ളൂലാണ്ടായോ. അപ്പോൾ ഡിപ്രഷനിലേക്ക് പോയി. അപ്പോൾ എന്താ ചെയ്യുക, അതിൽ നിന്നൊന്ന് മറക്കണം. എന്നാൽ ഒരു പെഗ് കഴിച്ചേക്കാം, അല്ലെങ്കിൽ 2 സിഗരറ്റ് വലിച്ചേക്കാം, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കും. നേരെ വർഷം ഞാൻ പറയും 10,000 രൂപയുടെ ശമ്പളത്തിലാണ്, മതി. അടുത്ത വർഷം വരുമ്പോൾ 11,000 ആകുമ്പോൾ എന്താ ഒരു സന്തോഷമായി എനിക്കരുത്. അപ്പോൾ വരുമാനം നിങ്ങൾക്ക് 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചിലവാക്കാം. 10,000 രൂപയിലും ജീവിക്കാൻ പഠിക്കണം, 1000 രൂപയിലും ജീവിക്കാൻ പഠിക്കണം, 100 രൂപയിലും ജീവിക്കാൻ പഠിക്കണം. ആ ഒരു ഇത് നമ്മുടെ അച്ഛന് അതുണ്ടായിരുന്നു, അച്ഛൻ വലിയ ആളാണ്, അല്ലെങ്കിൽ മറ്റേതായാലും അമ്മയ്ക്ക് അതുണ്ട്. ആ ചിന്തയെ കുട്ടികളിൽ നിന്ന് മാറ്റണം. ഞാൻ ആരാണ്, എൻ്റെ വരുമാനം എന്ത് എന്നനുസരിച്ച് ജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക, അത് ചിന്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ ഇതിപ്പോൾ ഇല്ല. ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയ സങ്കടകരമായ, അച്ഛൻ ലംബോർഗിനി മേടിച്ചു തന്നില്ല, സൂയിസൈഡ് ചെയ്തു. ലംബോർഗിനി എന്തായി പറയണേ, ഒരു ജന്മം മുഴുവൻ പണിയെടുത്താൽ പോലും നമുക്കൊരു അംബാസഡർ മേടിക്കാൻ പറ്റാത്ത കാലഘട്ടം. അപ്പോൾ പറഞ്ഞു വന്ന് ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. കുട്ടികൾക്ക് കല പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിലും ചെയ്യുന്നത് കാര്യമാണ്. അപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കുറച്ച് കാട് കയറിപ്പോവും, മറ്റേതാകുമ്പോൾ നമ്മുടെ സിലബസ് കയറിപ്പോവും. എങ്ങനെയാണ് കുടുംബത്തിൻ്റെ കുടുംബ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഒരിക്കലും തലമറന്ന് എണ്ണ തേക്കരുത്. തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏത് നിമിഷവും നമ്മൾ സ്മരിക്കണം. അത് ഗുരുക്കന്മാരാവട്ടെ, ഞാൻ എല്ലാ റെസ്പെക്ട് ചെയ്യണം എൻ്റെ പഠിപ്പിച്ച അധ്യാപകർ. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ ഞാൻ എൻ്റെ മാഷ എന്ന് ഒരാളെയും പറയില്ല, എൻ്റെ ടീച്ചറാന്ന് പറയില്ല. അങ്ങനെ പറയരുത്. എന്താണ് പറയേണ്ടത്? നമ്മൾ ഞാൻ ആ ടീച്ചറിൻ്റെ ശിഷ്യനാണ്, ആ മാഷ ശിഷ്യനാണ്. അതാണ് പറയേണ്ടത്. പ്രയോറിറ്റി ആർക്കാണ്? എൻ്റെ ഗുരു, നോ, ആ ഗുരുവിൻ്റെ ശിഷ്യയാണ് ഞാൻ. അങ്ങനെയല്ലേ പറയണ്ടേ? അപ്പോൾ ഇപ്പം നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഇവരൊക്കെയാണ് നമ്മുടെ ശക്തി ഇവിടെ. അപ്പോൾ ഏത് സമയത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് പറയാൻ ഈ കാരണക്കാർ അവരൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുടുംബം അച്ഛൻ, പിന്നെ എപ്പോഴും ഒരു കാര്യം കൂടുമ്പോൾ ഉണ്ടാകുമ്പോഴാണല്ലോ കുടുംബം അല്ലേ. പിന്നെ ഏറ്റവും വലിയ കാര്യം, സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക. ഇഷ്ടപ്പെടണം, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വയം ഇഷ്ടപ്പെടണം. പക്ഷേ എൻ്റെ നേട്ടങ്ങൾക്ക് മാത്രമായിട്ട് കുടുംബത്തിനെ മറന്നുകൊണ്ട്, കുടുംബം വേണ്ട, എനിക്ക് കുറേ പദവികളും പൈസയും മാത്രം മതി എന്ന് വെച്ച് പോകരുത്. അങ്ങനെ പോയിട്ട് നിങ്ങൾ എത്ര വലിയ കലാകാരിയാണെങ്കിലും കലാകാരനായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്ഥാനവും കിട്ടില്ല, മനസ്സമാധാനം കിട്ടില്ല. ഒറ്റയ്ക്ക് മുറിയിലിരിക്കേണ്ട സമയം വരും. ഞാൻ എന്ത് നേടി, എനിക്ക് ആരുണ്ടെന്ന് ആലോചിക്കാൻ എൻ്റെ മകളില്ലല്ലോ എൻ്റെ കൂടെ, അല്ലെങ്കിൽ മകനില്ലല്ലോ, ഭാര്യ ഇല്ലല്ലോ, എന്നെ ഒന്ന് അന്വേഷിക്കാൻ ഭർത്താവില്ലല്ലോ എന്ന് തോന്നൽ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ കുറേ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം പരസ്പരം. എന്തായാലും മണ്ണിൽ പോകും എല്ലാവരും, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും സ്ട്രെങ്ത്ത് എൻ്റെ കുടുംബമാണ്. വൈഫ് പാടിയില്ലെങ്കിൽ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ്. പിന്നെ എൻ്റെ 2 മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ 2 കണ്ണാണ്. ഞാൻ പറയാറുണ്ട് അതുപോലെ, ദയവ് ചെയ്ത് അച്ഛനെയാണോ അമ്മയാണോ ആരും, എനിക്കത് വലിയൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം, കുട്ടികളോട് ചോദിക്കരുത്. അഥവാ കുട്ടികളെ വിവരമില്ലാത്ത ഏതെങ്കിലും ആൾക്കാർ നിങ്ങളോട് ചോദിച്ചാൽ അപ്പോൾ തിരിച്ച് നിങ്ങൾ ചോദിക്കേണ്ടത് വലത് കണ്ണാണോ ഇഷ്ടം, ഇടത് കണ്ണാണോ ഇഷ്ടം. നമ്മുടെ കണ്ണ് കുത്തിക്കറ്റി കുട്ടികളെ ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ കുട്ടികളോട് ആദ്യം, അതുപോലെ നെഗറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് അനുഭവമുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ, എന്താ പറ്റിയേ, എന്താ എങ്ങടാ ഇങ്ങനെ തടിച്ച് പോണേ, എനിക്കിത് സങ്കടം തോന്നിപ്പോവും നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. നല്ലോണം മുടിയുണ്ടായല്ലോ, മുഴുവൻ പോയല്ലോ, നോക്ക എന്താ അങ്ങനെ കറുത്ത് കരിവാളിച്ച്, ഇതൊക്കെ ചോദിച്ചിട്ട് എന്തെന്ന് കേട്ടാ. മാഷെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് കേൾക്കാം. നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകതയാണ് ഇതൊക്കെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഇതൊക്കെ നൈമിഷികമല്ലേ, ഒരു അസുഖം വന്നാൽ കഴിഞ്ഞു, എല്ലാം പോയില്ലേ. അല്ല, ഞാൻ പറയണ എന്തൊരു ഭംഗിയാണ് ചുരിദാറിൻ്റെ കളർ എന്ന് പറയുക, നല്ല കമ്മല്, മുക്കുത്തി, അല്ലെങ്കിൽ എന്ത് നല്ലത് പറയും. നിങ്ങൾ ഒരാളെ കണ്ടിട്ടും നെഗറ്റീവ് വേണ്ട, മറ്റൊരു കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടാണ്ടിരിക്കുക, അവരുടെ വേറെ വ്യക്തിത്വമാണെന്ന് കാണാൻ. ഇതൊക്കെ സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ബ്ലെയിം ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് അടുത്ത് എപ്പോഴും കുട്ടികളെക്കുറിച്ച് കുറ്റം പറയാം, അനാവശ്യമായിട്ട്. ആ കുട്ടിയെക്കുറിച്ച് കുറ്റം പറയും, ഈ കുട്ടിയെക്കുറിച്ച്, ടീച്ചറിനെ കുറിച്ച് കുറ്റം, ആ ടീച്ചറിനെ കുറിച്ച്. ഞാൻ പറയും, മേലിൽ
കുട്ടിയായിരുന്ന പ്രിയമക്കളും പറയുമല്ലോ, ഒരാളെക്കുറിച്ച് എന്നോട് വന്ന് കുറ്റം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ അപ്പം അവരെ വിളിച്ച് പറയുന്നു പറഞ്ഞു. എന്നാൽ അത് അങ്ങനെ അതൊരു ശീലം ചീത്തയാണ്. നമ്മൾ എല്ലാത്തിനും കംപ്ലൈൻറ്റ്. ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നതും. പക്ഷെ ഇതൊന്നും ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. പഠിച്ചു വന്നത് എൻ്റെ അറിവിലുള്ള കുറച്ച് സ്വാമിമാരുണ്ട്, ഞാൻ പേരൊന്നും പറയണില്ല. ഞാൻ ഇന്ന് വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന സ്വാമി. അവരെയൊക്കെ കുട്ടിക്കാലത്ത് യൗവനകാലത്തൊക്കെ അതിമഹാന്മാരായിരുന്നു എന്നാണ് കേട്ടേക്കണത്. മനസ്സിലായോ? എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചില മാറ്റങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ കൊണ്ടുവരണം. മാഷിൻ്റെ കുടുംബത്തിനെ കുറിച്ച് ഓക്കെ പറയാം. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ തന്ന ഏറ്റവും വലിയൊരു നിധിയാണ്. എൻ്റെ വൈഫ് സംഗീതജ്ഞയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മ്യൂസിക് ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലോടുകൂടി പാസ്സായ ആളാണ്. പിന്നെ അയാൾ ഹിന്ദി ടീച്ചറാണ് എറണാകുളം സിനിമയിലെ. ഞങ്ങൾക്ക് 2 മക്കളാണ്, മാളവിക, മാധവ്. മോള് ഇപ്പോൾ ജോർജിയയിൽ മെഡിസിൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. മോളുടെ കോൺവെക്കേഷന് പോണ വഴിയാണിത്. അങ്ങനെ എനിക്കിവിടെ നിൽക്കേണ്ടി വന്നു, സ്റ്റക്കായിപ്പോയി, ഞാൻ പോകാൻ പറ്റിയില്ല. ഇന്നലെയായിരുന്നു കോൺവെക്കേഷൻ. മോള് ചൈൽഡ് ആർട്ടിസ്റ്റായിരുന്നു, അച്ചുവിൻ്റെ അമ്മ, ഇന്നത്തെ ചിന്താവിഷയം, അതിലൊക്കെ അഭിനയിച്ച കുട്ടിയാണ് മാളവിക. പിന്നെ അതുപോലെ ഒരു മിഴിയഴകപ്പുഴയും രാധ അമ്പിളിക്കണ്ണൻ എന്നൊരു പാട്ടുണ്ട്, ഞാൻ കൊറിയോഗ്രാഫ് ചെയ്തതാണ്. അതിലെ കൃഷ്ണൻ എൻ്റെ മോളായിരുന്നു. അതെ. പിന്നെ എൻ്റെ മകൻ മാധവ് ഇപ്പോൾ +2 പഠിക്കണു. അവൻ ആണ് ഏഷ്യാനെറ്റിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ചു, അതിന് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ജോണി എസപ്പ എന്നൊരു പടം ഉണ്ടായിരുന്നു, അതിൽ അഭിനയിച്ചിരുന്നു. തീർപ്പ് എന്ന് പറഞ്ഞ ഒരു മലയാളം മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വേഷം ചെയ്തു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇപ്പോൾ +2 ആണ് പഠിക്കണത്. പിന്നെ അവനൊരു കൃഷ്ണനായിട്ടൊരു സീരിയലൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഡാൻസറാണ്. ഞങ്ങൾ 4 പേരും. വൈഫ് എൻ്റെ സ്റ്റുഡൻ്റാണ്. കല്യാണത്തിന് ശേഷം തെറ്റിദ്ധരിക്കണ്ട, കല്യാണത്തിന് ശേഷമാണ് ജോയിൻ ചെയ്ത്. ഗുരുവായൂർ കച്ചേരിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. അനിയത്തി കലാക്ഷേത്രയാണ്. കലാക്ഷേത്ര പ്രീതി വിനോദ്, ചെന്നൈയിൽ താമസം, അവിടെ സ്കൂൾ റൺ ചെയ്യണു. അവളുടെ മകളും ഭരതനാട്യം ഡാൻസറാണ്. പിന്നെ എൻ്റെ വേറൊരു സിസ്റ്ററുടെ മകളും ഡാൻസർ. ഞങ്ങൾ പൊതുവേ 12 പേരുണ്ട് വീട്ടിൽ, ഭരതനാട്യം ഡാൻസേഴ്സ്. ഇത്രയും പേരുണ്ട്. അതെ. എറണാകുളത്ത് താമസം. നെല്ലായി ആണ് എൻ്റെ സ്വദേശം, തൃശ്ശൂർ ജില്ലയിൽ നെല്ലായി. അവിടെയാണ് ശനി ഞായറും ഞാൻ എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോവും. എൻ്റെ കുട്ടികളാണ് അവർ നെല്ലായിലെ ഒരു ഡാൻസ് ക്ലാസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ആണ് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടാവുക. അപ്പോൾ 40 വർഷമായി ഇപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങിയിട്ട്. എൻ്റെ നെല്ലായിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റാണ്, മറ്റൊന്നുമല്ല. അവിടെ വന്ന് പഠിപ്പിക്കാൻ ആർക്കും, എല്ലാവരും ഞാൻ ശനി ഞായറും നെല്ലായിക്ക് ക്ലാസ്സിന് പോകുമ്പോൾ എന്നെ കളിയാക്കും എറണാകുളത്തുള്ളവരൊക്കെ. മാഷ്ക്ക് എന്താ പറ്റാണോ, വെറുതെ ആ സമയം ഉണ്ടെങ്കിൽ ഇവിടെ 5 സെൻറ്റർ നടത്താം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ നെല്ലായിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളാണ്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. പക്ഷേ അവിടെ ഒരു ഗ്രാമമാണ്, അപ്പോൾ അതിൻ്റേതായ. ഇപ്പോൾ അവിടെ ഡാൻസ് സ്കൂളിൻ്റെ ഇനാഗുറേഷനാണ് മാർച്ച് 28. ബിൽഡിംഗ് പണിതു. അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് തുടങ്ങി നമ്മൾ. അപ്പോൾ അത് സൂറത്ത് സംഗീത കലാ കേന്ദ്രയുടെ കൽക്കട്ട ബേസിലെ ഭരതനാട്യ ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക് സിലബസിലാണ് പോണത്. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എവിടെ പോയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെയൊക്കെ UAE-ലൊക്കെ എനിക്ക് എൻ്റെ വിശ്വാസം അങ്ങനെയാണ്, ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് ആർട്ടിസ്റ്റ് ആവണം, രജിസ്ട്രേഷനൊക്കെ കിട്ടണമെങ്കിൽ. അതിന് പറ്റുന്ന രജിസ്ട്രേഷനാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ഡിഗ്രി സിലബസാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ് നടത്തും. ഓക്കെ. UAE വാർത്തയുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു എന്താ പറയുക സംസാരിക്കാനൊരു അവസരം ഉണ്ടായാലും. എനിക്ക് പറയാനുള്ളത്, ഞാൻ കലാരംഗത്താണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കല പഠിക്കുന്ന കുട്ടികളെ, കല പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ, പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, ഇവരോടാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മറ്റ് ഏത് മേഖലയിലെ അധ്യാപകരെക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്നത്. സത്യസന്ധമായി ചെയ്യുക. നമ്മളുണ്ടാക്കുന്ന പണം അതിന് യാതൊരു കാര്യത്തിലും എന്താ പറയുക, നമുക്കൊരു ലിമിറ്റേഷൻ വയ്ക്കാൻ പറ്റില്ല. മനസ്സിലായി? അത് ഒരു തൃപ്തി ഒരിക്കലും കിട്ടില്ല, എത്ര കിട്ടിയാലും മതിയാവില്ല. പക്ഷേ ഇതെൻ്റെ സ്റ്റുഡൻ്റാണ് എന്ന് പറയാൻ കഴിയുക. ആ കുട്ടികളെ അത്രമാത്രം സത്യസന്ധമായി നമ്മൾ പഠിക്കുകയും ചെയ്യണോ. അതുപോലെ എൻ്റെ മാഷ് എനിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടണമെന്ന് തിരിച്ചറിയുക. എൻ്റെ കുട്ടികളെ ഇത്രയെങ്കിലും കല ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കണം, ആ സംസ്കാരം പറഞ്ഞു കൊടുക്കണം ഒരു അധ്യാപകനാണ്. ആ അധ്യാപകനെ അതുപോലെ റെസ്പെക്റ്റ് കൊടുക്കണമെന്നും മാതാപിതാക്കൾക്കും തോന്നുക. കല വെറും ഒരു ഫാഷന് വേണ്ടി പഠിക്കാതിരിക്കുക.
പിന്നെ എവിടെ വച്ച് ഒരു ദിവസം 1 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഒരു കലാപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകരെ ഒരു മാളിൽ വെച്ചിട്ടോ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചോ കണ്ടാൽ മുങ്ങിപ്പോവാതെ അവരുടെ അടുത്ത് ചെന്നിട്ട് നമസ്തേ മാഷേ എന്ന് അല്ലെങ്കിൽ നമസ്തേ ടീച്ചറെ എന്ന് പറയാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, മാതാപിതാക്കളോടാണ് ഞാൻ പറയണത്. പിന്നെ ചിരിക്കാൻ പഠിപ്പിക്കുക. എല്ലാ കുട്ടികളും ചിരിച്ച് സംസാരിക്കട്ടെ, അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് നമസ്തേ.